നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എന്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അലിഞ്ഞു ചേരാൻ മനുഷ്യന് രണ്ടിടമേ ഉള്ളൂ, മണ്ണിലും പിന്നെ മനസ്സിലും. അതിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരിടം ഒരാളുടെ മനസ്സിൽ നമുക്കുള്ള സ്ഥാനമാണ്. എത്ര പറിച്ചെറിഞ്ഞാലും അറ്റുപോകാത്ത സ്നേഹത്തിന്റെ തായ്വേരിൽ ആത്മാക്കളെ പരസ്പരം കൊരുത്തുവെച്ചതിന്റെ പേരാണ് സ്നേഹം. പരാതികളില്ലാതെ സ്നേഹിക്കുക, പരിഭവങ്ങളില്ലാതെ കേട്ടിരിക്കുക, മുൻവിധിയില്ലാതെ ചേർത്ത് പിടിക്കുക, പ്രതിഫലം ഇച്ഛിക്കാതെ പ്രവർത്തിക്കുക. ഇതൊക്കെ ജീവിത വിജയത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. തന്റെ ജീവിതം കൊണ്ടും ഗാനാലാപനം കൊണ്ടും മനുഷ്യ മനസ്സുകളെ കീഴടക്കിയ ജാനകിയമ്മയുടെയും അവരുടെ ചെറുമകൾ നേരിട്ട ചില ആക്ഷേപ പ്രചരണങ്ങളുടെയും കുടുംബത്തിലുണ്ടായ ചില ദുരന്തങ്ങളുടെയും നേർക്കാഴ്ചകളിലൂടെ നമുക്കൊന്ന് കടന്നു ചെല്ലാം. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മലയാളികൾ ഉൾപ്പെടെ പല പ്രാവശ്യങ്ങളിലായി മരണം സ്ഥിരീകരിച്ചിരുന്ന സ്വരമാധുര്യത്തിന്റെ പൂങ്കുയിൽ ഒടുവിൽ മരണമെന്ന യാഥാർത്ഥ്യത്തെ പുൽകിയിരിക്കുകയാണല്ലോ. ജീവിച്ചിരുന്നപ്പോൾ ജാനകിയമ്മയുടെ മരണം സ്ഥിരീകരിച്ചിരുന്നവരാകാം ഇന്ന് അവരുടെ ചെറുമകളായ അപ്സര വൈദുലയുടെ നേർക്ക് ആക്ഷേപങ്ങളുടെ കൂരമ്പുകളെ ഇത് വേദനിപ്പിക്കുന്നത്. തന്റെ മുത്തശ്ശിയുടെ വേർപാടിൽ മാനസികമായി വേദനിച്ച് ദുഃഖിച്ചു നിന്ന അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വന്നില്ല എന്നതാണ് ചിലരുയർത്തിയ ആക്ഷേപം. അത് അവരുടെ മാനസിക വ്യഥയെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും വിവാദങ്ങളും എല്ലാം അതിന്റെ എല്ലാ സീമകളും ലംഘിച്ചപ്പോഴാണ് അപ്സര അതിന് മറുപടിയുമായി രംഗത്തെത്തിയത്. അവർ പറയുന്നു, നിങ്ങൾ കാണുന്നതോ കാണാത്തതോ ആയ കാര്യങ്ങൾ നോക്കി, എന്റെ കണ്ണുനീർ നോക്കി മുത്തശ്ശിയോടുള്ള സ്നേഹം അളക്കരുതെന്ന്. ഒരു ജീവിതം അവസാനിക്കുമ്പോൾ സ്നേഹം അവസാനിക്കുന്നില്ല എന്ന് മുത്തശ്ശി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ സൗമ്യയും ദയയുള്ളവരും അങ്ങേയറ്റം വിനയമുള്ളവരുമായിരുന്നു. യാഥാർത്ഥ്യങ്ങൾ അറിയാതെ തന്റെ കുടുംബത്തെ പറ്റി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് വേദനാജനകമാണ്. പലപ്പോഴും പലർക്കും മനസ്സ് വേദനിച്ച് വിങ്ങിപ്പൊട്ടുമ്പോൾ കണ്ണുനീർ വരണമെന്നില്ല. അത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ദുഃഖവും വേദനയും കാണാതെ കുറ്റപ്പെടുത്തുന്നത് വേദനാജനകമാണ്, ഖേദകരമാണ്. ജാനകിയമ്മയുടെ ചിത കത്തി അമരുന്നതിന് മുൻപ് ആ കൊച്ചു മകൾക്ക് നേരെ ഉയർത്തിയ ആക്ഷേപം അവരെ സ്നേഹിക്കുന്നവർക്കെല്ലാം വേദന ഉളവാക്കുന്നതായിരുന്നു. ആന്ധ്ര സ്വദേശിനിയായ ജാനകിയമ്മ എന്ന ആ ഗാനകോകിലം 12ഓളം ഭാഷകളിൽ പാടിയിട്ടുണ്ട്. എന്നാൽ അവരുടെ സ്വരമാധുരിക്ക് അവകാശികളായി 4 ഭാഷക്കാരാണ് പ്രധാനമായിട്ടുള്ളത്. മലയാളം, തെലുങ്ക്, തമിഴ്, കന്നഡ എന്നിവരാണവർ. ഈ 4 ഭാഷകളിലും അവർ പകരം വെക്കാനില്ലാത്ത വിധം ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞിരുന്നു. ഒരിക്കൽ ജാനകിയമ്മയോട് മീഡിയക്കാർ ചോദിച്ചു, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ മലയാളിയായി ജനിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന്. അവർ പറഞ്ഞു, എന്തിന്, ഈ ജന്മം തന്നെ ഞാൻ മലയാളിയല്ലേ എന്ന്. എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു നിങ്ങളുടെ ഭാഷയും സ്നേഹവും. ഞാനിപ്പോൾ സ്വപ്നം കാണുന്നത് പോലും മലയാളത്തിലാണ്. ഏതാണ്ട് 48,000-ഓളം പാട്ടുകൾ ജാനകിയമ്മ വിവിധ ഭാഷകളിലായി പാടിയിട്ടുണ്ട്. ലോക ചരിത്രത്തിൽ തന്നെ ഇത്രയധികം പാട്ടുകൾ പാടിയിട്ടുള്ള മറ്റൊരാൾ ഉണ്ടായിട്ടില്ല, ഇനിയൊട്ട് ഉണ്ടാകുമെന്ന് തോന്നുന്നുമില്ല. അവരുടെ ജീവിതത്തിന്റെ പകുതി സമയവും പാട്ട് പാടുവാൻ വേണ്ടി മാത്രം വിനിയോഗിച്ചു എന്ന് വേണമെങ്കിൽ കരുതാം. ആദ്യകാലങ്ങളിൽ ജാനകിയമ്മയുടെ ശബ്ദത്തിന്റെ അപാരമായ റേഞ്ച് ഏറ്റവും വിദഗ്ധമായി പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് മലയാളത്തിലാണെന്ന് പറയാം. അത് ആദ്യകാലങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത് മലയാളത്തിലെ മെലഡിയുടെ രാജകുമാരനായ സംഗീത സംവിധായകൻ ബാബുരാജ് എന്ന ബാബുക്കയാണ്. അദ്ദേഹം തന്റെ പ്രിയ ഗായികയ്ക്ക്, പ്രിയ പാട്ടുകാരിക്ക് പാടുവാനായി ഹിന്ദുസ്ഥാനി രാഗത്തിൽ നിന്നും അപൂർവ സുന്ദര ഈണങ്ങൾ സൃഷ്ടിച്ചു നൽകി. ജാനകിയമ്മയുടെ പാട്ടിനോടുള്ള അർപ്പണ മനോഭാവം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. എന്റെ നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിന്റെ റെക്കോർഡിംഗ് വേളയിലായിരുന്നു അത്. അതിലെ ഇളം മഞ്ഞിൻ കുളിരുമായി എന്ന ക്ലൈമാക്സ് സോങ് പാടിക്കഴിഞ്ഞ് സംഗീത സംവിധായകരുൾപ്പെടെ എല്ലാവരും ഓക്കെ പറഞ്ഞു. ആ ഗാനം ജാനകിയമ്മ കേട്ടതിന് ശേഷം എനിക്കത് ഓക്കെ അല്ല, ഒന്നുകൂടി പാടണമെന്ന് അവർ ആവശ്യപ്പെട്ടു. കുറെ കൂടി മനോഹരമാക്കി വീണ്ടും പാടിയ സംഭവം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണല്ലോ, അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അത്തരത്തിലാണ് അവരുടെ പാട്ടിനോടുള്ള ഡെഡിക്കേഷൻ. കാലാതീതമായി നിലനിൽക്കുന്ന സുന്ദര ഗാനങ്ങളാണ് ആ കണ്ഠനാളത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ഇന്ന് കൊച്ചു കുട്ടികൾ പോലും വേദികളിൽ പാടി സമ്മാനം നേടുന്നത് ജാനകിയമ്മ പാടിയ പാട്ടുകളിലൂടെയാണ്. 500 കോടിക്ക് മേൽ ആസ്തി ഉണ്ടായിരുന്ന ജാനകിയമ്മ ഒരിക്കൽ പോലും ആഡംബര ജീവിതം നയിച്ചിരുന്നില്ല. വേർപാടിന്റെ വേദനകൾ ഏറ്റവും അധികം അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ഗായികയായിരുന്നു
ജാനകിയമ്മ. തന്റെ ഭർത്താവിന്റെ വിയോഗവും പിന്നീട് കൊച്ചുമകളുടെ അപകട മരണവും ഒടുവിൽ തന്റെ ഏക മകന്റെ മരണവും അവരുടെ മനസ്സിനേൽപ്പിച്ച ആഘാതം ചെറുതൊന്നുമായിരുന്നില്ല. 2026 ജനുവരി 22-നായിരുന്നു മകൻ മുരളീകൃഷ്ണയുടെ വിയോഗം. ക്യാൻസർ എന്ന മഹാമാരി പിടിപെട്ട് ദീർഘകാലമായി ചികിത്സയിലായിരുന്നു. ഒടുവിൽ ഹൃദയാഘാതം മൂലമാണ് അദ്ദേഹം മരണമടഞ്ഞത്. ഭർത്താവിന്റെ മരണശേഷം ജാനകിയമ്മയുടെ സംഗീത സംബന്ധമായ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത് മുരളീകൃഷ്ണയായിരുന്നു. തന്റെ മകന്റെ വിയോഗത്തിന് ശേഷം മാനസികമായി ആകെ തകർന്ന ജാനകിയമ്മ സംഗീതത്തിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുകയാണ് ഉണ്ടായത്. മുരളീകൃഷ്ണ വിവാഹം കഴിച്ചിരുന്നത് ഉമ എന്ന ഒരു നൃത്ത അധ്യാപികയായിരുന്നു. മുരളീകൃഷ്ണ ഉമ ദമ്പതികൾക്ക് 2 പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്. മൂത്ത മകൾ വർഷ, രണ്ടാമത്തെ മകൾ അപ്സര വൈദുല. മുരളീകൃഷ്ണയും ഉമയും തമ്മിലുള്ള വിവാഹബന്ധം വേർപെട്ടതിനാൽ മുരളീകൃഷ്ണ അമ്മയായ ജാനകി അമ്മയോടൊപ്പമാണ് താമസിച്ചിരുന്നത്. ജാനകി അമ്മയും മുരളീകൃഷ്ണയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് പേരക്കുട്ടിയായ വർഷയുടെ അപകട മരണം. ലോകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചാൽ ജാനകി അമ്മ പറയാറുള്ളത് അത് തന്റെ ചെറുമകളായ വർഷയാണെന്നായിരുന്നു. ജാനകി അമ്മയുടെ അതേ മുഖസാദൃശ്യമായിരുന്നു വർഷയ്ക്കുണ്ടായിരുന്നത്. അവർ തമ്മിൽ വിശദീകരിക്കാനാകാത്ത വിധം സ്നേഹവും അടുപ്പവും പുലർത്തിയിരുന്നു. എല്ലാ അർത്ഥത്തിലും അവർ പരസ്പരം സൃഷ്ടിക്കപ്പെട്ടവരായിരുന്നു. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നാണ് പറയുന്നത്. 2023 അമേരിക്കയിൽ വെച്ച് ഒരു ക്യാമ്പ് ഫയറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ ശരീരത്തിൽ തീ പടർന്നാണ് വർഷ മരണപ്പെട്ടത്. തന്റെ സ്നേഹനിധിയായ പ്രിയപ്പെട്ട ചെറുമകളുടെ മരണവിവരം കുറച്ചധികം നാൾ ജാനകി അമ്മയിൽ നിന്നും മറച്ചു വെച്ചിരുന്നു. മരണത്തോട് മല്ലിട്ട് ICUയിൽ കഴിഞ്ഞ തന്റെ മകളെ മുരളീകൃഷ്ണയ്ക്ക് കാണാൻ കഴിഞ്ഞത് വീഡിയോ കാളിലൂടെയാണ്. ചെറുമകളായ വർഷയുടെ വിയോഗം ജാനകി അമ്മയെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ഏറെ കഷ്ടപ്പെടേണ്ടി വന്നതായും അതവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു എന്നും ജാനകി അമ്മയുടെ കുടുംബവുമായി ബന്ധം പുലർത്തിയിരുന്ന നടനും ഗായകനുമായ കൃഷ്ണചന്ദ്രൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മരിക്കുന്നതിന് 1 മാസം മുൻപും കൃഷ്ണചന്ദ്രനെ ജാനകി അമ്മ വിളിച്ചിരുന്നു. അത് സംഗീത സംവിധായകൻ ശ്യാമിന്റെ നമ്പർ ചോദിച്ചുകൊണ്ടായിരുന്നു. അസുഖബാധിതനായി ഒറ്റപ്പെട്ട് കഴിയുന്ന ശ്യാമിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ശ്യാമിനെ വിളിക്കാൻ വേണ്ടിയാകാം നമ്പർ വാങ്ങിയതെന്ന് കൃഷ്ണചന്ദ്രൻ പറയുന്നു. സ്വന്തം വേദനകളെ മറന്നുകൊണ്ട് അന്യന്റെ വേദനകൾ കേൾക്കുന്നതിനും അറിയുന്നതിനും ആകും വിധം അവരെ സഹായിക്കുന്നതിനും ജാനകിയമ്മ കാണിക്കുന്ന മനസ്സൊന്ന് വേറെ തന്നെയാണ്. അതിനുദാഹരണമാണ് അവരുടെ സ്വത്തിന്മേലുള്ള അവകാശം വീതം വെച്ചുള്ള വിൽപത്രം. ജാനകിയമ്മയുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം തന്നെ 4 ആയിട്ടാണ് ഭാഗം ചെയ്തിരിക്കുന്നത്. അതിൽ 2 ഭാഗം മകന്റെ മക്കൾക്കും അവരുടെ കുടുംബത്തിനും, മറ്റ് 2 ഭാഗങ്ങളിൽ ഒന്ന് ചാരിറ്റി ചെയ്യുന്ന സംഘടനകൾക്കും, അടുത്ത ഭാഗം സംഗീത ലോകത്ത് ദുരിതം അനുഭവിക്കുന്നവരുടെ കണ്ണുനീരൊപ്പാനും വിനിയോഗിക്കണമെന്ന് വിൽപത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഇവിടെ ജാനകി അമ്മ പാടിയ ഒരു പാട്ടാണ് ഓർമ്മയിൽ ഓടിയെത്തുന്നത്. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ എന്ന ഗാനം. ഈ വരികളെ അന്വർത്ഥമാക്കും വിധം മിഴി തുറന്ന ഒരു കാരുണ്യവതിയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ജാനകി അമ്മ. ജീവിതഗന്ധിയായ മധുര മനോഹരമായ ഗാനങ്ങൾ മാത്രമല്ല അവർ നമുക്കായി സമ്മാനിച്ചത്. തന്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ എങ്ങനെ സമീപിക്കാം, സഹായിക്കാം എന്ന ഒരു മാതൃകാ സന്ദേശം കൂടി ജാനകി അമ്മ നമുക്ക് നൽകിയിട്ടുണ്ട്. അവർ പാടിയ പാട്ടുകളിലൂടെ മരണമില്ലാത്തവരായി ജനഹൃദയങ്ങളിൽ അവരെന്നും ജീവിക്കും. പ്രിയ ജാനകി അമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.